Welcome to yet another vlog of us. In today's vlog, we'll see the importance of dogs in our life. ഇമാജിൻ നിങ്ങളൊരാളുടെ ജീവിതത്തിലെ മെയിൻ ക്യാരക്ടറാണ്. അവർക്ക് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചോ പ്രസൻറ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ആൻഡ് ഹൗ ഡു യു ലുക്ക്, ഹൗ ഡു യു ബിഹേവ്, ഹൗ ഡു യു ഫീൽ, ദേ ഡോണ്ട് ജസ്റ്റ് കെയർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ എന്നൊന്നും അവർ നോക്കാറില്ല. ഇത്രയൊക്കെ അൺകണ്ടീഷണലായിട്ട് ആരല്ലേ നമ്മളെ സ്നേഹിക്കുക? ദാ ഇവർ തന്നെ. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിക്കാനും കെയർ ചെയ്യാനുമൊക്കെ വി ഹാവ് എ ടാഗ് കോൾഡ് റിലേഷൻഷിപ്പ്. ഐദർ ദേ ആർ ആർ ഫാമിലി ഓർ ഫ്രണ്ട്സ്. ബട്ട് ജസ്റ്റ് ഡോഗ്സ്, അവരാരാണ് നമ്മളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ടാഗൊന്നുമില്ല അവർക്ക്. എന്നാലും നമ്മളവർ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ ഹൗ അമേസിങ് ഇറ്റ് ഈസ്. നിങ്ങളെവിടെയെങ്കിലും പോയി വരുന്ന സമയത്ത് എന്നും നിങ്ങളെ കാണുമ്പോൾ സെയിം എക്സൈറ്റ്മെൻറ്റ്, സെയിം ഹാപ്പിനെസ്, ഇതൊക്കെ കാണിക്കാൻ ഏതെങ്കിലും ഒരു ഹ്യൂമനെ കൊണ്ട് സാധിക്കുമോ? ഡെഫിനറ്റ്ലി നോട്ട്. ഒന്നല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. പക്ഷേ ഡോഗ്സ്, ദേ ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഡെയിലി നിങ്ങളെ കാണുമ്പോൾ അവർക്ക് എപ്പോഴും സെയിം ഇമോഷൻസാണ്, സെയിം എമൗണ്ട് ഓഫ് ലവ് ആണ്, സെയിം ബിഹേവിയറാണ് എവറി ഡേ, എവറി ഇയർ, ത്രൂ ഔട്ട് ദെയർ ലൈഫ്. മൾട്ടിപ്പിൾ സ്റ്റഡീസിൽ പ്രൂവ് ആയിട്ടുള്ള കാര്യമാണ് ഡോഗ്സ് ആർ നാച്ചുറൽ ഹീലേഴ്സ്. നമ്മളൊരു ഡോഗിനെ പെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു ഹാപ്പിനെസ്സും ഒരു സ്ട്രെസ് റിലീഫും ഒക്കെ കിട്ടുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു മൂഡൊന്നും ഇല്ലാതെ ഡള്ളായിരിക്കുമ്പോഴായിരിക്കും ഇവരിങ്ങനെ ബോളൊക്കെ കൊണ്ട് നമ്മളുടെ കൂടെ കളിക്കാൻ വരാം. ബിക്കോസ് ദേ ക്യാൻ സെൻസ് അവർ മൂഡ് ബെറ്റർ ദാൻ വി ഡു. ഡോഗ്സ് ടീച്ചേഴ്സ് കൺസിസ്റ്റൻസി, പേഷ്യൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്നെക്കാളും ഒരു ബെറ്റർ റൂട്ടീനുള്ളത് വേണമെങ്കിൽ സോയിക്കാണെന്ന് പറയാം. രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. രാത്രി 7 മണിക്കാണ് ഡിന്നറെങ്കിൽ 7 മണിക്ക്. അത് കൃത്യസമയത്തിന് കിട്ടിയിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഇവരെ കണ്ടുപഠിക്കണം. എന്നും ഒരേ റുട്ടീൻ. എന്നാൽ അവർക്കത് ബോറടിക്കുന്നുണ്ടോ? ഇല്ല. അവർ നല്ല പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യും ആ ടൈം എത്താൻ വേണ്ടി. എല്ലാ ഡോഗ് പാരൻസും ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും, എത്രയൊക്കെ നല്ല ടോയ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഡോഗ് മിക്കവാറും കളിക്കുക വല്ല പൊട്ടിയ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കീറിയ തുണിയോ വെച്ചൊക്കെ ആയിരിക്കും. ദാറ്റ് ഈസ് ബിക്കോസ് അവരൊട്ടും മെറ്റീരിയലിസ്റ്റിക് അല്ല. ദേ ഡോണ്ട് ലൈക്ക് തിങ്സ് ബേസ്ഡ് ഓൺ ഹൗ ദേ ലുക്ക്. ദേ ജസ്റ്റ് ലൈക്ക് ഇറ്റ് ബിക്കോസ് ദേ ലൈക്ക് ഇറ്റ്. ദേ ആർ ജസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് ദേ ഹാവ്. ദേ ലിവ് ഇൻ ദ മൊമെൻറ്റ്. വാട്ട് ആൻ അമേസിങ് ലെസൺ ടു ലേൺ ഫ്രം ദം. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഡോഗ് ട്രെയിനേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ട്രെയിനിങ്സ് വേണ്ടത് ഡോഗ്സിനല്ല ഹ്യൂമൻസിനാണെന്ന്. ഇത് 100% ശരിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഈ ഡോഗ്സും മനുഷ്യരും എൻറ്റയർലി ഡിഫറെൻറ്റ് സ്പീഷീസാണ്. നമ്മൾ ഹ്യൂമൻസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഡോഗ്സ് നാച്ചുറലി വൈൽഡ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. അവർ കാട്ടിലും അവിടെ ഇവിടെയൊക്കെ ജീവിക്കേണ്ട ആൾക്കാരാണ്. പക്ഷേ നമ്മൾ പണ്ട് മുതലേ സെൽഫിഷ് ആയിട്ടുള്ള ഓരോ റീസൺസിനും നമ്മളുടെ നീഡ്സിനും വേണ്ടി അവരെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളായിട്ട് ഹ്യൂമൻസിനോട് ഇൻ്ററാക്ട് ചെയ്ത ഡോഗ്സ് ഈസിലി തന്നെ നമ്മളുടെ ഇമോഷൻസും ഗെസ്റ്റേഴ്സും ഒക്കെ പഠിച്ചെടുത്തു. വളരെയധികം ബുദ്ധിയുള്ള സ്പീഷീസാണെന്ന് വിചാരിക്കുന്ന നമുക്ക് ഇത് ഇതുവരെ പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഡോഗ്സിൻ്റെ ബോഡി ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ആർക്കാണ് ശരിക്കും ട്രെയിനിങ് വേണ്ടത്? നമുക്കോ അതോ അവർക്കോ?
നോട്ട് എവ്രി വൺ ക്യാൻ കണക്ട് വിത്ത് ഡോഗ്സ് ആൻഡ് ദാറ്റ് ഇസ് ടോട്ടലി ഓക്കെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കും ഡോഗ്സിനെ കണ്ടാൽ പേടി തന്നെയായിരുന്നു. പക്ഷെ ആഫ്റ്റർ സോയി ഡോഗ്സിനെ കാണുമ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആവാൻ തുടങ്ങി. ഒരു ഡോഗിനെ കാണുമ്പോൾ നാച്ചുറലി ചിലവർക്ക് വരുന്ന ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഫിയർ. അപ്പോൾ നമ്മൾ പാനിക് ആവുന്നത് പെട്ടെന്ന് തന്നെ ഒരു ഡോഗിന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ അവർ ആ സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന മെജോറിറ്റി ഓഫ് ഹ്യൂമൻ ഡോഗ് ഇൻ്ററാക്ഷൻ. ഇന്ത്യ പോലെ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ റിലേഷൻഷിപ്പ് വിത്ത് ഡോഗ്സ് ആർ സ്റ്റിൽ കോംപ്ലെക്സ്. ഇപ്പോൾ നമ്മളുടെ പേരൻസിൻ്റെയൊക്കെ ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡോഗ്സൊക്കെ അവർക്കൊരു ഔട്ട്ഡോർ ആനിമൽ ആയിരുന്നു. പക്ഷേ നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ്. ഇപ്പോൾ നമ്മളെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെയൊക്കെ ഡോഗ്സ് ദേ ലിവ് വിത്ത് അസ്, ദേ സ്ലീപ്പ് വിത്ത് അസ്, ദേ ഈറ്റ് വിത്ത് അസ്, ദേ പ്ലേ വിത്ത് അസ്, ദേ ആർ എ പാർട്ട് ഓഫ് ഫാമിലി. എന്താണ് നിങ്ങളുടെ ഐഡിയ ഓഫ് ഹ്യൂമാനിറ്റി? ബീയിങ് കൈൻഡ് ടു അതേഴ്സ്, ഹാവിങ് എ സെൻസ് ഓഫ് കെയർ ടുവേർഡ്സ് അതേഴ്സ്. വെൻ ഐ സേ അതേഴ്സ്, ഇറ്റ് ഇൻക്ലൂഡ്സ് എവറി ലിവിങ് ബീങ് അറൗണ്ട് ദ വേൾഡ്, നോട്ട് ഓൺലി ഹ്യൂമൻസ്. ഹ്യൂമാനിറ്റി ഈസ് ഷോയിങ് കൈൻഡ്നെസ് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ബാക്ക്. മേ ബി ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം മെജോറിറ്റി ഓഫ് ഹ്യൂമൻസ് ബാക്കിയുള്ള ലിവിങ് ബീൻസിനോട് കൈൻഡ് ആവാത്തത്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി കാണിക്കാത്തത്. ബിക്കോസ് നമുക്കറിയാം അവരുടെ അടുത്ത് നമുക്ക് തിരിച്ചു കിട്ടാനൊന്നുമില്ല എന്ന്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഹ്യൂമൻസിന് അൾട്ടിമേറ്റ് പവർ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സോ യൂസ് ദാറ്റ് പവർ ടു ക്രിയേറ്റ് സേഫ്റ്റി, നോട്ട് ഫിയർ. ട്രൂ കൈൻഡ്നെസ് ഗോസ് ബിയോണ്ട് അവർ ഓൺ കൈൻഡ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ റിയലൈസ് ആവാൻ എനിക്ക് സോയി വേണ്ടി വന്നു. ആഫ്റ്റർ സോയി ഞാൻ ബാക്കിയുള്ള ലിവിങ് ബീൻസിനെ കാണുന്ന രീതി തന്നെ മാറിപ്പോയി മൊത്തത്തിൽ. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ള ലിവിങ് ബീൻസിനെ കുറിച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ബാക്കിയുള്ള ലിവിങ് ബീൻസിന് ഉപകാരമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് ഉപദ്രവമെങ്കിലും ഉണ്ടാക്കാതെ ജീവിക്കുക എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ വന്നു. ഓക്കെ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും സോയി ഒരു പോഷായിട്ടുള്ള ഒരു സെലക്റ്റീവ് ബ്രീഡല്ലേ എന്ന്. യെസ്, ഷീ ഈസ്. എനിക്ക് ഡോഗ്സിനെ പറ്റി സീറോ നോളജ് ഉള്ളൊരു സമയത്ത്, മേ ബി ഞാൻ അത്ര അവെയർ അല്ലാത്തിരുന്നൊരു സമയത്താണ് സോയി ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ആൻഡ് ഫോർ ഷുവർ ഞാൻ ബാക്കിയുള്ള ലിവിങ് ബീൻസിനെ കാണുന്ന രീതി തന്നെ ഇപ്പോൾ എന്തായാലും ടോട്ടലി മാറിയിട്ടുണ്ട്. ആൻഡ് ആർ ക്യൂട്ട് ലിറ്റിൽ സോയി, അവൾക്കൊരു സൂപ്പർ പവർ ഉണ്ട്. അവളുടെ ഒരു പ്രസൻസ് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആക്കി അവൾ മാറ്റി. ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ മാറാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ദാറ്റ് ഈസ് the bond between humans and dogs, which is timeless and forever.